ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് തന്നാലേ ഞാൻ മാഡത്തെ വിടൂ. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? 2 ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റൊരു പേര് പറഞ്ഞാ നിങ്ങൾ അറിയും. ശിവൻ. ഞാൻ തിരുമല സുധാകരൻ, യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടത്? മേഡം, ഇത് ശ്യാമള. ഇവരുടെ വീടിരിക്കുന്ന 4 സെന്റ് ഭൂമിയിൽ റീസർവേ വന്നപ്പോൾ അടുത്ത വീട്ടുകാരനായ ഗോവിന്ദക്കുറുപ്പിന്റെ 65 സെന്റുമായി ചേർന്ന് കരമടച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഇവരുടെ 4.5 സെന്റ് ഭൂമിയുടെ കര അടയ്ക്കാനായിട്ട് എന്താണ് ഇവർ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ആദ്യം പോയി കാണേണ്ടത് അവിടുത്തെ വില്ലേജ് ഓഫീസില്. വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഇവരുടെ ചെരുപ്പുകൾ തേഞ്ഞോണ്ടാ ഇവരിങ്ങോട്ട് വന്നത്. ഇവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിൽ വന്ന് ഞങ്ങൾ കൊടി പിടിക്കും. എന്നാ താൻ ആദ്യം പോയി കൊടി പിടിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. മാഡം, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ യൂത്ത് വിങ്ങിന്റെ ഒരു വലിയ നിര തന്നെയാ മത്സരിക്കാനുള്ളത്. ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും. താൻ ആരെയാടോ പേടിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയല്ല എനിക്ക് ശമ്പളം തരുന്നത്. എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. മേലാൽ താൻ എന്റെ ക്യാബിനകത്തേക്ക് കയറി പോരുത്. അയ്യോ മാഡം, ഇത് യൂത്ത് വിങ്ങിന്റെ... ജോൺ, താനാണോ ഇവരെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ഇപ്പൊ ഇറങ്ങണം ഇവരെ വിളിച്ചോണ്ട് ഇവിടുന്ന്. മാഡം അങ്ങനെ പറയരുത്. ഇവര് പരാതിയെ മുകളിലേക്ക് പോയാൽ കുഴപ്പമാവും. തന്നോട് ഇവരെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. ഇനി എന്ത് നടപടി വന്നാലും അത് ഞാൻ നേരിട്ടോളാം. മാഡം, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ, കാണാം. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ. ഇവരുടെ കൊമ്പ് മുറിക്കേണ്ട സമയമായെന്ന് കൂട്ടിയാ മതി. വരൂ, പോവാം. നിന്നെ ആ കസേരയിൽ തെറിപ്പിക്കാതെ ജോൺ അടങ്ങില്ലടി. അതിനുവേണ്ടി ഞാനിങ്ങനെ ഓരോ വെടിമരുന്നുകളും കുറേശ്ശെ ഇട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു സുപ്രഭാതത്തിലൊരു ഒറ്റ പൊട്ട്, അതില് നീ തീരും. ഇല്ലെങ്കിൽ ഞാൻ തീർക്കും. എവിടെ പോയിരിക്കായിരുന്നു? എന്നോട് ചോദിക്കാതെ എന്റെ ക്യാബിനിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? സോറി മാഡം, ഞാൻ ആ DTP എടുക്കുന്നതിന്റെ നോ തിരക്കിലായിരുന്നു. എക്സ്ക്യൂസസ്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. മാഡം, പിന്നെ ആ റവന്യൂ മിനിസ്റ്ററുടെ... എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ഗെറ്റ് ഔട്ട്. മാഡം, ഐ സേ യു ഗെറ്റ് ഔട്ട്. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം. ഇനി കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നുകളഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നുകളഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ നോക്കിയ രാമേട്ട? കണ്ടിട്ട് വഴിപശിക്ക് വന്നാണെന്ന് തോന്നുന്നു. എന്താ ഇത്? വണ്ടി എടുത്ത് മാറ്റി. നടു റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? വണ്ടി മാറ്റിയിടും. വണ്ടി പാർക്ക് ചെയ്തതല്ലോ, മനഃപൂർവ്വം നിർത്തിയതല്ലേ. നിങ്ങളുടെ വിശ്വരൂപം ഒന്ന് കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തില് കാറിന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ, കളക്ടർ ഒന്ന്.
പക്ഷെ കളക്ടർ കളക്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മനസ്സാണെന്ന് മാത്രം. ആരാ നീ? എന്താ നിനക്ക് വേണ്ടത്? അത് പറയാം. അതിനു മുൻപ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് എന്തു പറ്റി? ഔദ്യോഗിക വാഹനത്തില് അങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ പാവം പിടിച്ച ആളെ ഈയിടെയായിട്ട് കൂടെ കൂട്ടാറില്ലല്ലോ. ഓ, ഇങ്ങേർക്ക് പ്രായമായല്ലോ അല്ലേ? ആ, മുടിയും നരച്ചിട്ടുണ്ട്. നരയ്ക്കാത്തത് കൊഴിഞ്ഞും പോയി. കൊച്ചമ്മയ്ക്കിപ്പോ തണ്ടും തടിയുള്ള ചെറുപ്പക്കാരെ പറ്റൂ. ഡീ, അതും ഔദ്യോഗിക വാഹനമല്ല, ജീപ്പില്. അതാ കൂടുതൽ ഇഷ്ടം. കളക്ടറുടെ കേപ്പുമായിട്ടുള്ള സഞ്ചാരമൊക്കെ വൈറല. ഏയ്, മൈൻഡ് യുവർ വേർഡ്സ്. അധികം നിന്ന് നാവാടാതെ വണ്ടി എടുത്ത് മാറ്റ്. വണ്ടി മാറ്റാം, പക്ഷെ 1-2 കാര്യങ്ങൾക്ക് മാഡം എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരണം. അത് തന്നാലേ ഞാൻ മാഡത്തെ വിടൂ. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? 2 ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റൊരു പേര് പറഞ്ഞാ നിങ്ങൾ അറിയും. ശിവൻ. ശിവനോ? ശിവന്റെ ആരാ നീ? ശിവന്റെ ആരാകാനും തയ്യാറായി നടക്കുന്നവൾ. ശിവൻ താലി കെട്ടിയ പെണ്ണാ ഞാൻ, ഡെയ്സി. അവൻ മനസ്സറിഞ്ഞ് ഈശ്വരന്മാരെ സാക്ഷി നിർത്തി നടത്തിയ താലികെട്ട്. ഇത് പക്ഷേ ഒരിക്കലും അവൻ പൊട്ടിച്ചെറിഞ്ഞു. അതാരുടെ പ്രേരണ കൊണ്ടാണെന്നൊക്കെ വൈകിയാ മനസ്സിലായത്. ഇതിപ്പോ ഞാൻ തിരിച്ച് എന്റെ കഴുത്തിൽ തന്നെ കെട്ടിയത് ആ ബന്ധം തുടരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അവനെ മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന പെണ്ണാ ഞാൻ. ഈ ഡെയ്സിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശിവന്റെ കൂടെ ആയിരിക്കുന്ന അവനെ കണ്ട് ഇഷ്ടപ്പെട്ട നാള് മുതല് മനസ്സിൽ കൊത്തിവെച്ച് നടക്കുന്നവള്. ആ എനിക്ക് അടുത്ത കാലത്തായിട്ട് അവനിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തിന്റെ കുറവ് അനുഭവപ്പെട്ടു. അതിന്റെ കാരണം എനിക്ക് കിട്ടി. അവന്റെ മനസ്സില് ഇപ്പൊ ഞാനില്ല. എനിക്ക് പകരം മറ്റാരോ ആണ്. അതാരാണെന്ന് ആ വൈറലായ വീഡിയോ കണ്ടപ്പോ മനസ്സിലാവുകയും ചെയ്തു. ഡെയ്സി എന്നെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്ന. ഒരു തെറ്റിദ്ധാരണയില്ല ശാലിനി. നിങ്ങൾ കാരണോ ശിവൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നോട് പോലും സ്നേഹത്തോടു കൂടി നോക്കിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഞാൻ അയക്കുന്ന മെസ്സേജ് പോലും അവനിപ്പോ നോക്കാറില്ല. എനിക്കവനെ വേണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുത്.